ഒരു ഭജനമോ ഒരു കീർത്തനമോ ഒരു ഗാനമോ ആലപിച്ച് കേട്ടാൽ നന്നായിരിക്കും. ഭജനായിട്ടല്ല, ഇപ്പം ഞാൻ എഴുതുന്ന കുറേ ഭജൻസ് ചിലത് റെഗുലർ ഭജൻസ് പോലെ ഇരിക്കും, ചിലത് അല്ലാത്ത രൂപത്തിലും വരും. അതിങ്ങനെ ട്യൂണോട് കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് അതിനായിട്ട് ഞാനൊരു ഇരുന്ന് ചിന്തിക്കുകയോ അങ്ങനെ അല്ല. അതുകൊണ്ട് ചിലപ്പോൾ അത് ഭജനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു 4 വരികളായിരിക്കാം. ചന്ദ്രബിംബമുഖ ശ്യാമളവർണ്ണ ചന്ദ്രോദയമല്ലോ സായി ദർശനം. ഇന്ദ്രനീലമിഴി ചൊരിയുന്ന കരുണാസാഗരമല്ലോ എൻ സാന്ത്വനം. മന്ദഹാസമുഖം കൺമുമ്പിൽ തെളിയണം, മാധവ ദർശനമേ അരുളേണം എന്നും, മാധവ ദർശനമേ അരുളേണം. ചന്ദ്രബിംബമുഖ ശ്യാമളവർണ്ണ ചന്ദ്രോദയമല്ലോ സായി ദർശനം. എനിക്കും 3-3.5 വയസ്സൊക്കെ ആകുമ്പോൾ ഞാനും രാഗത്തിൻ്റെ പേരൊക്കെ പറയും. അപ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ ഒരുപാട് എന്നെ ടീച്ച് ചെയ്യും. അപ്പൂപ്പൻ ഉണ്ടായിരുന്ന വരെ ഞാൻ ഒരിക്കലും സിനിമയിൽ വരാനുള്ള ഒരു ഇത് കാണിച്ചിട്ടില്ല. എനിക്ക് പേടിയായിരുന്നു അപ്പൂപ്പനെ. കാരണം ആഗ്രഹം പപ്പയമ്മയോട് മാത്രം പറയും, അല്ലെങ്കിൽ രാഗിനി ചേച്ചിയോട് പറയും എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. പിന്നെ അവരുടെ ട്രൂപ്പിൽ ചെറുപ്പം മുതൽ എന്നെ ഡാൻസറായിട്ട് ചേർത്തു, ഒരു പരിചയം ഉണ്ടാവട്ടെ എന്ന്. പിന്നെ 5 വയസ്സാകുമ്പം തണ്ടായത് മണിപ്പിള്ളി മാസ്റ്റർ അടുത്ത് കൊണ്ടുപോയി പപ്പി ചേച്ചിയാണ് വീട്ടിൽ വരുത്തി പഠിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്കിതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നത് സംഭവിക്കുന്നത്. അപ്പോൾ 10-38 കൊല്ലം ഈ രംഗത്ത് ഇപ്പോഴും ഉണ്ടാവണമെന്നോ അതിനൊക്കെ നേരത്തെ എല്ലാം കരുതി ഈശ്വരൻ കരുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം. എവിടെയോ പണ്ട് വായിച്ചിട്ടുണ്ട്, പപ്പിയമ്മ ആദ്യം തൊട്ടിലിൽ കിടക്കുന്ന കണ്ടപ്പോഴേ പറഞ്ഞു ഇവിടെ ഒരു വലിയ കലാകാരൻ. ആദ്യത്തെ ദിവസം എൻ്റെ വീട്ടിൽ വെച്ചാണ് പ്രസവിക്കുന്നത് എൻ്റെ അമ്മ. അപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്നത്, ഈ ഭൂമിയിൽ നമ്മൾ വന്നു വീഴുമ്പോൾ എന്നെ ആദ്യം കയ്യിലെടുത്തത് പത്മിനി അമ്മയും സുകുമാരി ചേച്ചിയുമാണ്. അപ്പോൾ സുകുമാരി ചേച്ചി ഇപ്പോഴും സജീവമായ രംഗത്തുണ്ട്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് അങ്ങനെ പ്രായമോ അങ്ങനൊന്നും ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്റ്റാറിനുണ്ട്, അവരുടെ ഒരു കാലഘട്ടം തീരുമ്പോൾ അവരങ്ങനെ മറിഞ്ഞു പോവും. ഇതങ്ങനെയല്ല. ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു 80 വയസ്സിലും 85 വയസ്സിലും അഭിനയിക്കാം. സംഗീതം ഈ ജീവിതത്തിലുടനീളം ഒരു സാന്ത്വനമായി നിലനിൽക്കുന്നുണ്ടോ ജീവിതത്തിൽ? തീർച്ചയായും അതൊരു മെഡിസിനാണ്, അതൊരു രക്ഷകർത്താവിനെ പോലെയാണ്. നമുക്കിങ്ങനെ കൂടെ ഒരു നടന്ന് നമ്മളെ ഈശ്വരനിലേക്ക് ലയിപ്പിക്കാൻ ഒരു ഭയങ്കര ഒരു ഇൻസ്ട്രുമെൻ്റാണ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ സംഗീതമില്ലാത്ത ഒരു ജീവിതം, ഒരു താളമില്ലാത്ത ഒരു ജീവിതം, ഒരു ലയമില്ലാത്ത ഒരു ജീവിതം, ഒരു ട്യൂണില്ലാത്ത, ഒരു ഈണമില്ലാത്ത ഒരു ജീവിതം ചിന്തിക്കാനേ പറ്റില്ല എനിക്കൊന്നും. ഐ കനോട്ട് ഇമാജിൻ. അപ്പോൾ അതുപോലെ സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്ത ഒരു ജീവിതവും, രണ്ടും ചിന്തിക്കാൻ പറ്റില്ല എനിക്ക്. ഞങ്ങളൊക്കെ മരിച്ച വീട്ടിൽ പോയി ചിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും സെൻസ് ഓഫ് ഹ്യൂമർ കണ്ടു നിൽക്കുന്ന ആ ഒരു ഇതിലാണ്. പിന്നെ എനിക്ക് കൂടുതൽ താല്പര്യം കോമഡി ഇതിലാണ്. ചേച്ചിയുടെ ഒരു കോമഡി സീൻ എനിക്ക് വളരെയധികം പെട്ടെന്ന് ഓർമ്മ വരുന്ന പഞ്ചവടി പാലത്തിലെ, അതിനകത്ത് ഉടനീളം ഇത്രയും നന്നായിട്ട് ഹാസ്യം അവതരിപ്പിക്കും. അതിന് മുമ്പ് കണ്ടിട്ടുണ്ട് വേനലിൽ ഒരു മഴ. ഇരകളും അതുപോലെ ഒരു പടമായിരുന്നു. ഇരകളും സ്വല്പം കോമഡിയും വാംപിഷ്നസും കൂടെ ചേർന്നിട്ടുള്ള, അതിനെനിക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടി. പക്ഷെ ഞാൻ അതിശയിക്കുന്ന ഒരു കാര്യം, KG ജോർജ് സാറിന് എങ്ങനെ തോന്നി എനിക്ക് ഈ ക്യാരക്ടർ തരണമെന്ന്. ബിക്കോസ് നമ്മൾ വളരെ സീരിയസ് ആദാമിൻ്റെ വാരിയെല്ലും ബാക്കി പടങ്ങളൊക്കെ സാറിൻ്റെ അടുത്ത് വർക്ക് ചെയ്തിട്ട്, അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഞാൻ ഈ ക്യാരക്ടർ ചെയ്ത് എങ്ങനെ തോന്നുന്നു സാർ? അതൊക്കെ വിദ്യ അഭിനയിക്കും, യു ഹാവ് ഗോട്ട് എ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, എനിക്കറിയാം, വിദ്യയെ കൊണ്ട് എല്ലാ തരത്തിലുള്ള വേഷവും ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ആ കോൺഫിഡൻസിലാണ് ഞാനിത് ഓക്കെ ചെയ്തത്, സോ യു ഹാവ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരു പ്രോത്സാഹനം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് ചെയ്യില്ലായിരിക്കും. പക്ഷേ ഹി വാസ് ഓൾവേസ് സാറിൻ്റെ ഒരു 5-6 പടം ഞാൻ വർക്ക് ചെയ്തത് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ്, ഒന്നിനെ പോലെ ഒന്നിനല്ല. സാറിൻ്റെ പടങ്ങൾ തന്നെ അങ്ങനെയാണല്ലോ, ഒരു പടം പോലെ ഒരു പടം ആയിരിക്കില്ലല്ലോ.